ഈ 5 വക്ത് നിസ്കാരം നമ്മൾ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ ഒരു സാധനം വരും, ഒരു കുത്തു വരും. നമ്മൾ വേറെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ ഒരു സാധനം ഓട്ടോമാറ്റിക് നമ്മൾ അറിയാതെ നമ്മൾ ഉള്ളിൽ വരും. അനുഭവത്തിൽ നിന്ന് പറയുന്നത് അതിൽ ചെയ്ത് ശീലമുള്ള ആളുകൾക്ക് എന്തായാലും ഞാൻ പറയണത് കറക്റ്റ് മനസ്സിലാവും. ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു കുത്തി വരും. പിന്നെ കേൾക്കുന്ന ആളുകൾ ചിലപ്പോൾ എന്റെ നെഗറ്റീവ് കണ്ടെത്താൻ ശ്രമിക്കും. ഓൻ അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, ഓൻ ആ ചെയ്യണ തെറ്റല്ല, ഈ ചെയ്യണ തെറ്റല്ല, പിന്നെ നിസ്കരിച്ചിട്ട് മാത്രം കാര്യമുണ്ടോ? ഈ ചോദിക്കുന്ന ആളുകളോട് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്. ഞാനെന്നല്ല, ഇനിയിപ്പോ ഏതൊരാളും ഇപ്പൊ ഞാൻ പല വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു നല്ലത് പറയുന്ന ആളെ അയാളുടെ നെഗറ്റീവ് എന്തൊക്കെയാന്ന് ആദ്യമായിട്ട് കണ്ടെത്തിയിട്ട് അതിനങ്ങോട്ട് അടിച്ചമർത്താൻ നോക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ കാണലുണ്ട്. അപ്പൊ അവരോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഈ ആള് ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ തന്നെ ഇപ്പൊ ഞാൻ ചെയ്യേണ്ടത് എന്താണ്? അപ്പം ഈ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ഈ നന്മയും കൂടി ഒഴിവാക്കിയിട്ട് ഫുൾ ആയിട്ട് ആ തെറ്റിന്റെ പുറകെ പോവാണോ വേണ്ടെന്നുള്ളത് ഓരോന്ന് പറഞ്ഞത് ക്ലിയർ ആയി. ഇപ്പൊ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കണത് നല്ലത് കുറച്ചേ ഉണ്ടാവുള്ളൂ, ആകെ നമുക്ക് ഉണ്ടാവും. അതാണ് അതും കൂടി അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഫുള്ളായിട്ട് ആ തെറ്റിന്റെ പുറകെ മാത്രമായിട്ട് പോയാൽ മതി എന്നുണ്ടെങ്കിൽ ഓക്കെ. അതാണ് ചോദ്യം. ആളുകൾ പൊതുവെ തിന്മകളോട് കാണിക്കുന്ന ഒരു ഇതായിരിക്കും അത്. പിന്നെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ന്യൂനതകളാണ് കുറെ കാണാൻ പലരും ശ്രമിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നിസ്കാരം, പിന്നെ അതുപോലെ തന്നെ ലഹരി, സ്പർശിക്കയില്ല, ഇങ്ങനെ കുറെ വാല്യൂസ് കീപ്പ് ചെയ്യുന്നു. ഇനിയിപ്പോ വാസിസമ്മാൻ ഇനി ഉയരുമല്ലോ, ഇനിയിപ്പോ ഒരുപാട് റീച്ച് ഉണ്ടാവും. അപ്പൊ ഉണ്ടാകുമ്പോഴും ഈ വാല്യൂസ് കീപ്പ് ചെയ്യും. അപ്പൊ ഞാൻ ഈ ചെയ്യുന്ന 5 വക്ത് നിസ്കാരത്തിൽ ഞാൻ ഒരു പ്രാർത്ഥിക്കുന്നത് എന്താ വെച്ചാൽ, പടച്ചോനെ ഞാൻ മരിക്കണ വരെ ഈ 5 വക്ത് നിസ്കാരം നിലനിർത്തി ജീവിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് തരണം. കാരണം എന്റെ മുന്നിൽ ഒരുപാട് അവസരങ്ങൾ എനിക്ക് വരികയാണ്, ഇതിന്നൊക്കെ വഴിതെറ്റി പോവാല്ലേ. വരും, സ്വാഭാവികമായിട്ട് വരും, ഒരു സംശയത്തിലും വേണ്ട. വന്നിട്ടുണ്ട്, വരും ചെയ്യും. അപ്പോഴൊക്കെ ഇന്നതീന്ന് കാക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനിയിപ്പോ നാളെ ഞാൻ ഇതിന്നൊക്കെ വ്യതിചലിച്ച് ഈ പറയുന്ന ഒരു നിസ്കാരം കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞാൻ നടക്കണേ, ചിലപ്പോ നിങ്ങൾ എന്നെ കാണേണ്ടി വന്നാ നിങ്ങൾ അന്ന് പറയും, ഓൻ അന്ന് നമ്മളെ മുന്നിൽ നിന്നുണ്ട് എന്തൊരു ഡയലോഗ് ഇനി ആ ഓനാണ് ഇപ്പൊ ആ കാട്ടി നടക്കണത് പറയും. അങ്ങനെ ഒരു എനിക്കുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലെടുത്തൊരു തീരുമാനമാണ്, ഇപ്പൊ ഈ കാണുന്ന ഈ കഴുത്തിന്റെ മുകളിൽ ഈ തല ഉണ്ടോ, ഞാൻ അത് നിന്റെ ജീവിതത്തിൽ ഒഴിവാക്കൂല എന്നുള്ളൊരു ഉറച്ച തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇനി എനിക്ക് അതിലൊരു തീരുമാനം എടുക്കാനില്ല. അത് മാറുന്ന ഒരു സിറ്റുവേഷൻ എന്റെ ജീവിതത്തിൽ ഇനി വരാക്കട്ടെ. ഞാൻ അത് എപ്പോഴും ഫെയിം, സമ്പത്ത്, ഇതൊക്കെ നമുക്ക് വരുമ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതുവരെ സൂക്ഷിച്ചൊരു വാല്യൂസ് ഉണ്ടാവും. നമ്മളിപ്പോ ലഹരി ഉപയോഗിക്കുന്നില്ല, നമ്മൾ അതുപോലെ തന്നെ പലതും നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ പറഞ്ഞിരുന്ന അത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്ന പല വാല്യൂസും അത് കോംപ്രമൈസ് ചെയ്യുന്ന കുറെ ആളുകളുണ്ട് ഒരു റീച്ചിന് വേണ്ടി. ഫെയിം ഇപ്പൊ പ്രവാചകവചനത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വചനാണ്. പ്രവാചകൻ പറയുന്നുണ്ട്, വിശക്കുന്ന ചെന്നായ, 2 ചെന്നായകൾ, ആ ചെന്നായകളെ ഒരു ആട്ടുംകൂട്ടത്തിലേക്ക് വിട്ട പോലെയാണ് 2 കാര്യങ്ങൾ. അത് മനുഷ്യന്റെ ഈ പ്രിൻസിപ്പിളിനെ, എത്തിക്സിനെ മുഴുവൻ നശിപ്പിക്കുന്നതായിരിക്കും. ഒന്നെണ്ണുന്നത് പ്രശസ്തിയാണ്, രണ്ടാമത്തെ സമ്പത്തിനോടുള്ള മനുഷ്യന്റെ ആർത്തിയും ഈ പ്രശസ്തിയും മനുഷ്യന്റെ വാല്യൂസിനാണ് നശിപ്പിക്കുന്നത്.